എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ടൂറിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു സവാരി ജീപ്പ് താഴെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡ്രൈവർ ചേട്ടനുണ്ട്. നമ്മുടെ വണ്ടി റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. വീഡിയോ തുറന്നും കാണണമെന്ന് വിശ്വസിക്കുന്നു. ഏകദേശം താവട്ട് ഇറങ്ങുകയാണ്. ഹായ് ടാ. ഞങ്ങൾ രാവിലെ ഒരു ജീപ്പ് സഫാരിക്ക് പോവാണ്, ഒരു ഓഫ് റോഡ് ഡ്രൈവ്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക. ഓക്കെ, താങ്ക് യു. ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ജീപ്പ്, സഫാരിക്കുള്ള ജീപ്പ്, ഓഫ് റോഡ് ഡ്രൈവിൻ്റെ ജീപ്പ് റെഡിയാണ്. ടോപ്പ് ഓഫ് ഇതിൻ്റെ മേളിൽ തുറക്കാമെന്നാണോ? മെയിൻ റോഡ് കഴിയുമ്പോൾ വെള്ളക്കട എത്തുമ്പോൾ നമ്മൾ അത് ഓപ്പൺ ചെയ്യും. എല്ലാത്തിനും കണ്ടു അല്ലേ? മൃഗങ്ങളുടെയൊക്കെ ലെക്ക, പക്ഷേ നല്ല വ്യൂ പോയിന്റ്സും ഓഫ് റോഡിങ്ങും ഒക്കെ ആയിട്ട്. ക്ലൈമറ്റ് ചേഞ്ച് വരുമോ അങ്ങോട്ട് ചെല്ലുമ്പോൾ? ക്ലൈമറ്റ് സത്യത്തിൽ പോകേണ്ടത് ഇച്ചിരി കൂടെ നേരത്തെയാണ്. നമ്മൾ ഒരു 5:30-6 മണിക്ക് പോവുകയാണെങ്കിൽ വെയിലൊക്കെ നോക്കുന്നതിന് പിന്നെ ഇച്ചിരി കൂടെ നല്ല ക്ലൈമറ്റ് കിട്ടിയാണ്. ഇനി കുട്ടികളുള്ളതുകൊണ്ടാണ്. ഞങ്ങളുടെ ജീപ്പ് സഫാരി തുടങ്ങുന്നു. ആനയെ, മാനെ, എലി, പുലി എല്ലാത്തിനെയും കാണാമെന്ന് വിചാരിക്കുന്നു. ഈ ചേട്ടനാണ് നമ്മുടെ സാരഥി. ഞാനായാലും മുന്നോട്ട് കയറുന്നു. ഓക്കെ, ചേട്ടൻ്റെ പേരെന്നാ? എൻ്റെ പേര് യാസിൻ. യാസിൻ. എത്ര നാളായി പരിപാടി തുടങ്ങിയിട്ട്? 21 വർഷം. 21. ഈ ജീപ്പ് ഡ്രൈവിങ് തന്നെയാണ്? സഫാരിയാണ്? ഡ്രൈവിംഗ് ആയിട്ട് തന്നെ. ഇതിപ്പോൾ ഒരു 6-7 വർഷമായി. ആണോ? ആദ്യമായിട്ട് ജീപ്പേ കയറിയ ഇസാപ്പിയുടെ സന്തോഷം. ഞാൻ ഇങ്ങോട്ട് നോക്കിടാ. മംഗളാദേവി ഇവിടെ നിന്നാണ് നമ്മുടെ സഫാരി തുടങ്ങുന്നത്. ഇല്ലല്ല, ഒരു 4 ഈ റോഡ് തീരും. അത് നമ്മുടെ ലക്കം വേണം. ആന, കാട്ടുപോത്ത്, മ്ലാവ് ഇതെല്ലാം സഹജമാണ്. പിന്നെ കടുവാക്കെന്ന് പറഞ്ഞാൽ അതൊക്കെ ലെക്ക. വർഷത്തിൽ ഒന്നൊക്കെ കണ്ടാക്കണ്ട്. ഈ കഴിഞ്ഞ 2-3 ആഴ്ച മുന്നേ പറഞ്ഞതിന് ഇവിടെ വെടിവെച്ച് കൊന്നായിരുന്നു. പത്രത്തിലും TV-യിലൊക്കെ ഉണ്ടായിരുന്നു. അതിവിടെയാ നമ്മൾ പോകുന്നിടത്താണ്. അത് ശല്യമായിരുന്നു. അത് കൊന്നതല്ല സത്യത്തിൽ. അതിന് മയക്കോടി വെച്ചതാണ്. അറിയിട്ടില്ല. അത് ഇവരെ നേരെ ചാടി. അങ്ങനെ കൊല്ലേണ്ടി വന്നു. ഗാർഡിന്റെ നേരെ ചാടി അല്ലേ? അതിവിടെ നമ്മൾ പോകുന്ന ഇതിലൊക്കെ EVT-യുടെ ഒരു നീലക്കാടുണ്ട്. അതെ, ഓടി പോകുന്ന സാധനമാണ്. ഹോക്കിംഗ് ഡിയർ ആണ് ഏട്ടാ. ഹോക്കിംഗ് ഡിയർ. കൊള്ളാം. ആദ്യമായിട്ട് വെളിച്ചത്തിനെ കണ്ടിരിക്കുകയാണ്. പേടിച്ചോടുക. ഈ രാവിലെ വെയിൽ വന്ന് കഴിഞ്ഞാൽ നിൽക്കുകയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരൊക്കെ കാണുന്നത്. പോട്ടെ വണ്ടി പോട്ടെ. ചെറുതല്ലേ? അത് ഇത്രേ വരുള്ളൂ. ഏറ്റവും വലുതാണ്. ഇത് വലിപ്പം വയ്ക്കുകയല്ല. മാനുകളിൽ ഏറ്റവും ചെറിയ ഇനമാണ്. ഏറ്റവും കണ്ടോടാ മുതലാളി. അവസാനം നമ്മുടെ ജീപ്പ് ചേട്ടനെ ഒരു ഭീകര കൃത്യം ചെയ്യാൻ പോവാണ്. ജീപ്പ് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ജീപ്പിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്ത് നമ്മളൊരു ഓപ്പൺ ജീപ്പ് സഫാരിക്ക് പ്ലാൻ ചെയ്യുന്നു. വഴി ചായ വല്ലതും വേണം, കുടിച്ചോണം കിട്ടും. ഇനി ഒരു 2 മണിക്കൂർ ഒന്നും കിട്ടുകയല്ലോ നമുക്ക്. ചായ കുടിക്കാം അല്ലേ? അവിടെ കയറി ഓരോ കാപ്പി പറഞ്ഞു. അവൻ ജ്യൂസ് മതിയെന്ന്. ഇപ്പോൾ വേണ്ട. അപ്പോൾ നമ്മുടെ ഓടുവാനുള്ള കണ്ടം റെഡിയാണെന്ന് പറയുന്ന പോലെ നമ്മുടെ ജീപ്പ് റെഡിയാണ്. ഓപ്പൺ ജീപ്പ്. എല്ലാവരും ചില്ലാവാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് ഊളിയിട്ടിറങ്ങാം. ഇതെന്നാ പരിപാടി? പിടിച്ചാണോ?
ധാരാളം നിൽക്കുന്നില്ലടി, താഴെ നിൽക്കാൻ ഏവച്ചാ ഓൻ ഇരിക്കുക, അതാ നല്ലത്. വരികയല്ല, ആ ആ നിങ്ങൾ പിന്നെ വർഷത്തിലൊന്ന് ഇതാക്കി ഇട്ടേക്കല്ലോ, ഒരു എമൗണ്ട് അവിടെ പോകും. ആ ആ വരി നന്നാക്കിയല്ലോ, ഓഫ് റോഡല്ലേ. ആ ആരാടാ ഒരങ്ങനൊക്കെ കാണുമായിരിക്കും. ഇല്ല, പറഞ്ഞില്ല. സത്രത്തിലേക്കുള്ള വഴി തുടങ്ങാം അല്ലേ? ശരിക്കും ഈ ശബരിമല ഉള്ളതുകൊണ്ടാണ് അവിടെ ഈ സത്രം. അവിടെ വന്നാൽ എല്ലാവരും തങ്ങിയിട്ടാണ് നടന്നു പോകുന്നത്. അവിടെ നിന്ന് കറക്റ്റ് 11 മല കയറി ഇറങ്ങിയാൽ ശബരിമല അമ്പലമാണ്. എരുമേലി പമ്പെങ്കും. അപ്പോൾ ഈ വഴി ശബരിമലയ്ക്ക് പോകാൻ പറ്റുമോ? ഇതിലേ നടന്നു പോകുന്ന ഈ വഴിയാണ് പുല്ലുമേട് വഴി. പുല്ലുമേട് വഴി പോകുന്നവർ ഈ റോഡായി വരണം, വേറെ വഴിയില്ല. അതിലിപ്പോൾ നമ്മൾ ഈ റോഡ് പോയി ഇറങ്ങും, അതിലേയും വരാം. അത് നല്ല റോഡാണ്, നല്ല വണ്ടി അവിടം വരെ വരും. അവിടെ നിന്നാണ് 11. ഇവിടെ വീടുകളുണ്ടോ? അപ്പുറത്തുണ്ട്. ഇതൊക്കെ താമസക്കാരായിരിക്കും അല്ലേ? 1-2 താമസക്കാരൊക്കെ. ഈ വഴിയൊന്നും നന്നാക്കാനാരും ഇല്ലല്ലേ? ഇത് ഫോറസ്റ്റിന്റെ സ്ഥലമല്ലേ, ഓഫ് റോഡ് ആയില്ല, ഇതുവരെ സ്റ്റാർട്ട് ആയില്ല. ശരി. ഓഫ് റോഡ് ഇനി ഒരു 100 മീറ്റർ മുടക്കണം. ആ മലയ്ക്ക് പേര് വല്ലതും ഉണ്ടോ? ഇല്ല, അത് ഗവിയുടെ ബോർഡറാ. മലയ്ക്ക് അപ്പുറം ദിക്ക് കാടാ. നമ്മൾ ഓഫ് റോഡ് കയറാം. മക്കളെ നോക്കിയിരിക്കണേ. ഓഫ് റോഡ് യാത്ര ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഓഫ് റോഡ് യാത്രയ്ക്ക് ഞങ്ങൾ തയ്യാറെടുക്കാം. പിടിച്ചിരുന്നോണേ, ഇച്ചിരി താഴെ കിടക്കല്ലേ. പിടിച്ചിരുന്നോളാ. ഇതിലൊരു വണ്ടി എതിരെ വന്നാൽ എന്നാ ചെയ്യടാ? ആണോ? പിന്നെ അത്യാവശ്യം ഏതെങ്കിലും വണ്ടി വന്നാൽ ഞങ്ങൾ കാരണം ഏതെങ്കിലും ഗസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ ഇതുപോലെ സ്ഥലങ്ങളിൽ ഒതുക്കി കൊടുക്കും. അവിടെ നിന്ന് ഓൺ അടിച്ച് വരും, ഒതുക്കി കൊടുക്കും. അല്ലെങ്കിൽ വൺ വേ, നമ്മൾ ഇറങ്ങുന്നത് വേറെ വഴിക്കാം. സത്രം ഫസ്റ്റ് പോയിന്റ്. ഇവിടെ വ്യൂ പോയിന്റാ അല്ലേ? അത്യാവശ്യം ഈ താഴെ ബാരിക്കേഡിന് താഴെയൊക്കെ മൃഗങ്ങൾ വരുന്ന ചില സമയങ്ങളാണ്. ലെഫ്റ്റ് ഇത് ഒന്നൊന്നര ഓഫ് റോഡാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ആയിരിക്കും. ആശാനെ ഒന്നുമില്ലേന്ന് ചോദിക്കുന്നു. സഞ്ചാരികളൊക്കെ രാവിലെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങളെ കൊച്ചു ഞങ്ങളും ഇവിടെ എത്തി. ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടനുണ്ട്. ചേട്ടൻ്റെ കട ഏഴാമ്പല് പറക്കുന്നുണ്ടായിരുന്നു. സാധാ മലമുടക്കില്ല. ഗവി കണ്ടു. എന്റെ ഫോൺ ഒരു 4-4 കിലോ രണ്ടെണ്ണം. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ആന കാണണം. എന്നാ ഫോട്ടോ കാണിക്കല്ലേ? ഇവിടെ ഞാൻ അതാ കറുപ്പ ഇവിടെ തന്നെ
എന്നാ ബോധമായിരുന്നറിയാം ആനയോ? ഇവിടെ ആ മല ഒന്നുകൊണ്ട് തുമ്പിക്കെല്ലാം പൊക്കി നല്ല സെറ്റപ്പായിരുന്നു. ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുത്തില്ല. അങ്ങോട്ട് പോലെ സുഹൃത്തുക്കളെ, നമ്മൾ സത്രം 1-ാം പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അതായത് ഡ്രൈവർമാരിട്ടിരിക്കുന്ന പേരാണ് സത്രം 1-ാം പോയിന്റ്. അവർ ഓരോ വ്യൂ പോയിന്റുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇവിടെ ചെറിയ കടകളുണ്ട്. എന്തോ ഒരു കോൺക്രീറ്റ് നിർമ്മിതിയൊക്കെ നമുക്ക് കാണാം. അകലെ ഒരു മ്ലാവ് നിൽപ്പുണ്ടെന്ന് പറയുന്നു. നമ്മൾ സൂം ചെയ്തിട്ടൊന്നും കിട്ടിയില്ല, അത്രയ്ക്ക് ദൂരെയാണ്. നല്ല ലെമൺ ഗ്രാസ് ആണ് ഈ നിൽക്കുന്നത് മുഴുവൻ, ലെമൺ ഗ്രാസ്. മലയാളികളും ഹിന്ദിക്കാരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരും ഒക്കെ. അതിനെന്ന് പറഞ്ഞ മാനിനെ കണ്ടോ? ആണോ? 2 വരെയുള്ള എന്നാ നിൽക്കുന്നത്? അങ്ങനെ ഞങ്ങൾ സത്രം വ്യൂ പോയിന്റിലെ 1-ാം പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്നിനെയും കാണാൻ നിരാശരായി വരുന്ന ഒരു കാഴ്ചയാണ്. ഏകദേശം നിരാശ മൂലം തൻ്റെ തൊപ്പി കറക്കിക്കൊണ്ട് തലയും കുമ്പിട്ട് മുകളിലേക്ക് പോവാ. പാവം. ജ്യൂസ് എൻ്റെ കയ്യിലുണ്ട്. അല്ലാതെ അവിടെ പോയിട്ട് കൊളുക്കുമല അല്ലേ? മൂന്നാറ്. പോവുകയാണെങ്കിൽ 5-5:30 പോവുള്ളൂ, അല്ലാതെ പോകരുത്. അതിൻ്റെ ഇത് കിട്ടിയത് അവിടെ എനിക്ക് സിനിമയ്ക്കകത്ത് ഇതാന്ന് തോന്നുന്നു. കൊളുക്കുമല ദുൽഖർ സൽമാൻ്റെ ഒരു സിനിമയില്ല. സ്ഥലമാണ്. ഒരു 5 കിലോമീറ്റർ 4 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ ഓഫ് റോഡ്. അത് ഇതേപോലെ നല്ല രസമാണ് വെളുപ്പിന് പോകാൻ അവിടെ കാണാൻ. വെളുപ്പിനെ പോകാറുള്ളൂ. ഒറ്റയ്ക്ക് നിൽക്കുക. വഴിതെറ്റിപ്പോയൊരു കുട്ടി. വഴിതെറ്റിപ്പോയ കുട്ടിക്ക് പച്ച ലേസ് വേണമെന്ന് പറഞ്ഞാൽ കുട്ടി പിണങ്ങി നിൽക്കുക. കുട്ടി ഇങ്ങനെ നോക്കിയ കുട്ടി. അയ്യോ, കുട്ടി വന്ന് ജീപ്പ് എന്തിയോ കുട്ടി? ഗ്രീൻ ലേസ് നോക്ക്. കണ്ടോ? ഗ്രീൻ ലേസിന് വേണ്ടിയുള്ള കരച്ചിലാണ്. കണ്ടോ? ഇത്രയും ഗ്രീനറി കിട്ടിയിട്ട് അവന് പോരാ. അങ്ങോട്ട് പോകല്ലേ, കടുവ വരും. കടുവ തിരിച്ചു വാ. ഞങ്ങൾ വന്ന ജീപ്പാണത്. യാസീം എന്ന് പറഞ്ഞ ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. ഐഷുക്കുട്ടി എന്നാണ് വണ്ടിയുടെ പേര്. ഏതായാലും അതിമനോഹരമായി ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരുന്നു. ചേട്ടൻ വരുന്നൊരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. അതിനാണ് ഞങ്ങളിത് എടുക്കുന്നത്. ചേട്ടൻ്റെ നമ്പർ നമ്മൾ കമൻറ്റിൽ കൊടുക്കും. അപ്പം ഓഫ് റോഡ് ഡ്രൈവിൻ്റെ മനോഹരമായ ഒരു അനുഭവം സമ്മാനിച്ച ചേട്ടൻ. ഞാനേതായാലും പുറയിലോട്ട് കയറാൻ പോവാം. നമ്മളെ അടുത്ത ഒരു ഓഫ് റോഡിലേക്ക് കിടക്കുക. അടുത്ത ഓഫ് റോഡ് ഏവച്ചാ പിടിച്ചിരുന്നോ മോനെ? അയ്യോ, എന്നെ കമ്പി ഇടിക്കും. ഈ ഓഫ് റോഡ് കഴിയട്ടെ, ഞാൻ നടത്താം. എൻ്റെ ദൈവമേ, ഇതായിരിക്കും നല്ലത്. കാട്ടുപോത്തിനെ കാണാൻ പറ്റിയില്ല, പശുവിനെങ്കിലും കാണാൻ പറ്റി. ഈശ്വര, അത് കാള. അതെ അത് കാള. ഇതാണ് ഞങ്ങളുടെ ഓഫ് റോഡ് ഉള്ള. ഓഫ് റോഡ് യാത്ര ആസ്വദിക്കുന്ന ഇസാഫി ഏച്ചൻ ഓം സാർ. അയ്യോ, കിട്ടിയടി. ഇതിപ്പോൾ നമ്മളെ എയർപോർട്ടിൽ നിന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകണോ?
അതെന്നെ NCCയുടെ ആണോ? ആ NCC. ആ ശരി. അത് ഈടെ എങ്ങനെയായിരുന്നോ ഉദ്ഘാടനം? ആരാ ഉദ്ഘാടനം ചെയ്തേ? കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത NCCയുടെ ട്രെയിനിങ് ക്യാമ്പിൻ്റെ എയർപോർട്ടിലേക്കാണ് നമ്മുടെ യാത്ര. അതിമനോഹരമായ ഒരു ക്ലൈമറ്റാണ് പ്രകൃതി നമുക്കിപ്പോൾ സംഭാവന ചെയ്തിരിക്കുന്നതിൽ. ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു. 2 കുഞ്ഞിപ്പുഴുക്കളുണ്ട് തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുക. അടിപൊളി. ഇനി ഓഫ് റോഡ് ഉണ്ടോ ചേട്ടാ? ഇല്ലല്ലോ. നമ്മുടെ ഓഫ് റോഡ് യാത്ര ഏകദേശം തീർന്നിരിക്കുകയാണ്. എൻ്റെ അമ്മച്ചിയെ റോഡ് മലമുകളിൽ ഒരു എയർപോർട്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ച. കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത NCC ട്രെയിനിങ് ക്യാമ്പിൻ്റെ ഭാഗമായുള്ള എയർപോർട്ടിലേക്കാണ് നമ്മുടെ യാത്ര. വഴികളൊക്കെ അതിമനോഹരമാക്കിയിരിക്കുന്നു. സൈഡിലത്തെ മല കാണിച്ചു കൊടുക്കാം. പ്രകൃതി രമണീയം എന്ന് തന്നെ പറയുന്ന ഒരു സ്ഥലം, അടിപൊളി സ്ഥലം. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് വന്ന മനോഹരമായിട്ട് ആർ ചെയ്ത് ഇരു സൈഡിലും വരകളും ഒക്കെ ഇട്ട് ഒരു എയർപോർട്ട്. റിസോർട്ടല്ല, ഏതാ നമ്മളിപ്പോൾ പോകുന്ന എയർപോർട്ട്, മിനി എയർപോർട്ട്. അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് വരുന്നതേ ഉള്ളൂ. ഉദ്ഘാടനം കഴിഞ്ഞു. സുന്ദരമായ സ്ഥലം, അതിസുന്ദരമായ സ്ഥലം. എടാ, ഈ സ്ഥലത്തിൻ്റെ പേര് വല്ലതും ഉണ്ടോ? സത്രം എയർപോർട്ട് അല്ലേ? സത്രം എയർപോർട്ടിലേക്കാണ് നമ്മുടെ യാത്ര. ചെറു വിമാനങ്ങൾക്ക് ഇറങ്ങാൻ പാകത്തിലുള്ള ഒരു എയർപോർട്ടാണെന്നാണ് നമ്മുടെ യാഷിം ചേട്ടൻ പറയുന്നത്. ഏതായാലും നമുക്ക് അത് ഒന്ന് കണ്ടറിയാം. അടുത്ത ഓഫ് റോഡ് പോലെ ഒരു റോഡ് തുടങ്ങുകയാണ്. ഞാൻ ഇരിക്കുകയാണ്. സത്രം എയർപോർട്ടിൻ്റെ റൺവേയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം നമ്മുടെ യാസിം ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് കേരള മുഖ്യമന്ത്രി 6 മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്ത NCC ട്രെയിനിങ് ക്യാമ്പിൻ്റെ ഭാഗമായുള്ള ഒരു മിനി എയർപോർട്ടിൻ്റെ റൺവേ ആണ് നമ്മളിവിടെ കാണുന്നത്. ഏതുതരം ഫ്ലൈറ്റുകളാണ് വരുന്നത്, ചെറിയ ഫ്ലൈറ്റുകളാണോ വരുന്നത് നമുക്കറിയില്ല. എന്തായാലും മനോഹരമായ ഈ ഒരു കുന്നിൻ മുകളിൽ ഇത്രയും ഭംഗിയായി ഒരു റൺവേ ഒരുക്കാൻ സർക്കാർ കാണിച്ച ഇച്ഛാശക്തിയെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഭാഗമായുള്ള കെട്ടിടങ്ങളാണ് താഴെ കാണുന്നത്. എന്തായാലും നല്ലൊരു ദൃശ്യാനുഭവം തന്നെയാണ് നമുക്ക് ഈ ഒരു ഓഫ് റോഡ് സവാരി കൊണ്ട് നമുക്ക് കിട്ടുന്നത്. സഞ്ചാരികളുടെ ഒരു പർദീസ എന്ന് വേണമെങ്കിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണിത്. അതിമനോഹരമായ കാലാവസ്ഥയും നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും ഉൾപ്പെടുന്ന ഈ ഒരു സ്ഥലം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണുന്നത് നമുക്കൊരു ആനന്ദമായിരിക്കും. കാരണം നല്ല ഒന്നാന്തരം പുൽമേടുകളും അതിനിടയ്ക്ക് മൃഗങ്ങളും. ഒരു കടുവ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പോയ ഏതോ ഒരു വ്യൂ പോയിൻ്റിൻ്റെ സമീപം, 2ാമത്തെ പോയിൻ്റാണെന്ന് തോന്നുന്നു, സമീപം വന്നിരുന്നു. അത് കാരണം ഡ്രൈവർ ചേട്ടൻ പറയുന്നത് ഇനി ഒരാഴ്ചത്തേക്കെങ്കിലും മറ്റു മൃഗങ്ങളെയോ പക്ഷികളെയോ കാണാൻ സാധിക്കില്ല. കാരണം കടുവയെ പേടിച്ചിട്ട് മറ്റ് ജീവജാലങ്ങളൊന്നും അടുക്കാത്തൊരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇതാണ് കാടിന് നടുവിലൊരു മലയുടെ മുകളിലൊരു എയർപോർട്ട്, സത്രം എയർപോർട്ട്. റോഡ് അന്യായ ഓഫ് റോഡ്, സൂപ്പർ ഓഫ് റോഡ്.
എങ്ങനെ ഉണ്ടായത്? കൊള്ളാം കേട്ടോ. കിട്ടി. അപ്പോൾ ആ കാണുന്ന പുല്ലുമേട് അല്ലേ? ഒന്നും വേണം തരാം. അവിടെയാണ് 2018 ആക്സിഡന്റ് ഒക്കെ നടന്നത്, തീ പിടിച്ചത്. പുല്ലുമേട് ദുരന്തം ഉണ്ടായല്ലേ? അതിന്റെ ഒരു ടവറാ കാണുന്നത്. നമ്മൾ അവിടെ ഞാൻ കാണത്തില്ല ടവർ. അവിടെയാണ് പോയി റെസ്റ്റ് എടുക്കുന്നത്. അത് ശരി. അത് ഭയങ്കരമാണ് കേട്ടോ. അതിലേക്ക് കയറി പോവാന്ന് പറഞ്ഞാ ചെറിയ റിസ്കാ. 13 കിലോമീറ്റർ നടക്കണം. അതില് ഈ മല കയറി അപ്പുറത്ത് ഇറങ്ങണം. അപ്പൊ ഇറങ്ങിയാ ശബരിമല. ഈ മല കയറി താഴോട്ട് കുത്തിറക്കണം. നിരപ്പില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ജീപ്പ് സഫാരിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ AVT തേയില കമ്പനി എല്ലാവരും കേട്ട് കാണുമല്ലോ. ഏകദേശം 3000 ഏക്കറോളം പടർന്ന് കിടക്കുന്ന ഒരു തേയിലത്തോട്ടം, വെൽ മെയിൻറ്റൈൻഡ് ടീ എസ്റ്റേറ്റാണ് നമുക്കിപ്പോൾ ഇവിടെ കാണുന്നത്. ഫോട്ടോ ഒക്കെ എടുക്കുകയാണെന്ന് പറഞ്ഞ് നമ്മുടെ ചേട്ടൻ വണ്ടി നിർത്തി തന്നതാണ്. ഓക്കെ.